2016 ജൂലൈ മാസം 14 ദുബായിൽ താമസിക്കുന്ന സമിയ ഷാഹിദ് എന്ന പെൺകുട്ടി അച്ഛനും അമ്മയ്ക്കും സുഖമില്ലാത്തത് കാരണം അവരെ കാണാനായി ദുബായിൽ നിന്നും സ്വന്തം നാടായ പാകിസ്ഥാനിലേക്ക് പോകുന്നു. അടുത്ത ദിവസം പാകിസ്ഥാനിൽ നിന്നും മറ്റൊരു സ്ത്രീ ദുബായിലെ സാമിയയുടെ ഭർത്താവായ സയ്യിദ് അലി എന്നയാൾക്ക് ഫോൺ ചെയ്തിട്ട് നിങ്ങളുടെ ഭാര്യ ഹാർട്ട് അറ്റാക്കിൽ മരിച്ചുവെന്നാണ് പറഞ്ഞത്, നിങ്ങൾ പെട്ടെന്ന് തന്നെ പാകിസ്ഥാനിലേക്ക് വരണം എന്നും ആവശ്യപ്പെട്ടു. സയ്യിദ് അലിക്ക് ഇത് കേട്ടപ്പോൾ വിശ്വസിക്കാനേ സാധിച്ചില്ല. കാരണം ഭാര്യയ്ക്ക് വെറും 29 വയസ്സ് മാത്രമേ ഉള്ളൂ. വളരെ ആരോഗ്യവതിയായ അവൾക്ക് എങ്ങനെ ഹാർട്ട് അറ്റാക്ക് വന്നു എന്ന സംശയത്തിൽ അയാൾ പാകിസ്ഥാനിലേക്ക് പോകുന്നു. അയാളുടെ ഭാര്യയ്ക്ക് സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? 2016 ലോകം മുഴുവനും വളരെ ചർച്ചാ വിഷയമായ ഒരു വിചിത്രമായ കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നവംബർ മാസം 5 UK ബ്രാൻഫോർഡ് എന്ന സ്ഥലത്ത് ചൗധരി മുഹമ്മദ് ഇംതിയാസ് ബേബി ഇവർക്ക് ജനിച്ച മകളാണ് സമിയ ഷാഹിദ്. സമിയയുടെ അച്ഛനും അമ്മയും പാകിസ്ഥാനിലെ ബണ്ടോറി എന്ന സ്ഥലത്താണ് ജനിച്ചത്. അവർ UK സെറ്റിൽ ആയതിനു ശേഷം മക്കളെയും അവിടെ തന്നെ വളർത്താൻ തുടങ്ങി. സമിയയ്ക്ക് മദിഹ സാഹിദ് എന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ബ്രിട്ടീഷും പാകിസ്ഥാൻ സംസ്കാരം ഇവർ രണ്ടും പിന്തുടരുമായിരുന്നു. എത്ര തന്നെ ഇവർ UK ജനിച്ചു വളർന്നാലും പാകിസ്ഥാനി സംസ്കാരം എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു അവരുടെ വീടുകളിലും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പെൺകുട്ടികളെയും വളരെ സ്ട്രിക്റ്റ് ആയാണ് അവരുടെ അച്ഛനും അമ്മയും വളർത്തിക്കൊണ്ടുവന്നത്. പുരുഷന്മാർ എന്താണോ പറയുന്നത് അത് കേട്ട് മാത്രം ജീവിക്കും. ഈ ബ്രാഡ്ഫോർഡിൽ സമിയയുടെ ബന്ധുക്കൾ ഒരുപാടുണ്ട്. പല സ്ഥലങ്ങളിലാണ് താമസിക്കുന്നു. ഒരുപാട് ബിസിനസ്സുമുണ്ട്. പ്രധാനമായി പറഞ്ഞാൽ അവളുടെ അച്ഛൻ അതേ ഭാഗത്ത് ഒരു കാർ റെന്റൽ ബിസിനസ് നടത്തുന്നു. സമിയയുടെ അങ്കിൾ ഫിഷ് മാർക്കറ്റും സ്നാക്സ് ഷോപ്പ്, ഫ്ലവർ ഷോപ്പ്, ഇങ്ങനെ ബന്ധുക്കൾക്കെല്ലാം അവിടെ ഒരുപാട് ബിസിനസ് ഉണ്ട്. സമിയയുടെ അമ്മയ്ക്ക് 5 സഹോദരങ്ങൾ ഉള്ളത് കൊണ്ട് സമിയയ്ക്ക് ഒരുപാട് കസിൻസും ഉണ്ടായിരുന്നു. സമിയയുടെ കുടുംബം സുന്നി ഇസ്ലാം മതത്തിലുള്ളവരാണ്. ആ കുടുംബം പാകിസ്ഥാൻ സംസ്കാരവും ആചാരവും തങ്ങളുടെ മതത്തെയും വളരെ നന്നായി പിന്തുടരുന്നവരായിരുന്നു. സുന്നി മുസ്ലിംസ് എന്നത് ഇസ്ലാം മതത്തിലുള്ള 2 വിഭാഗങ്ങളിൽ ഒന്നാണ്. മറ്റൊരു വിഭാഗത്തിന്റെ പേര് ഷിയ മുസ്ലിംസ് എന്നാണ്. ഈ വിഭാഗങ്ങൾ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബി മരിച്ചതിനു ശേഷം അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ആര് വരും എന്നുള്ള ഒരു പ്രശ്നത്തിൽ ഒരു വിഭാഗം മുഹമ്മദ് നബിയുടെ ഭാര്യാപിതാവായ അബൂബക്കർ വിഭാഗത്തിലുള്ളവരും മറ്റൊരു ഭാഗം മുഹമ്മദ് നബിയുടെ മരുമകനായ അലി വിഭാഗത്തിലുള്ളവരുമായിരുന്നു. അബൂബക്കർ വിഭാഗത്തിലുള്ളവരെ സുന്നി മുസ്ലിംസ് എന്നും അലി വിഭാഗത്തിലുള്ളവരെ ഷിയ മുസ്ലിംസ് എന്നും പറയുന്നു. ഈ സമിയയ്ക്ക് കാർ ഓടിക്കാൻ വളരെ ഇഷ്ടമാണ്. അതും ഒരുപാട് സ്പീഡിൽ ഓടിക്കുന്നത് ഇഷ്ടമാണ്. പക്ഷെ അവരുടെ വീട്ടിലെ പുരുഷന്മാരാരും ഇവളെ കാർ ഓടിക്കാൻ അനുവദിച്ചതേയില്ല. കൂടാതെ സമിയ ബ്രാഡ്ഫോർഡിലെ ഒരു പോസ്റ്റ് ഓഫീസിൽ പാർട്ട് ടൈമായി ജോലി നോക്കുന്നുണ്ടായിരുന്നു. പാകിസ്ഥാനി സംസ്കാരം അനുസരിച്ച് കുടുംബം എല്ലാം ആയതുകൊണ്ട് സമിയ അവളുടെ കുടുംബം എന്താണോ പറയുന്നത് അത് മാത്രം അനുസരിച്ച് സ്വന്തമായി യാതൊരു തീരുമാനവും എടുക്കാതെ അച്ഛനും അമ്മയും പറയുന്നത് കേട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ഇങ്ങനൊരു സമയം 2012 സമിയയ്ക്ക് 25 വയസ്സുള്ളപ്പോൾ അവളുടെ കുടുംബം ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുത്തു. ഓരോ സ്ത്രീകൾക്കും തനിക്ക് വരാൻ പോകുന്ന ഭർത്താവ് എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരുപാട് സ്വപ്നമുണ്ടായിരിക്കും. എന്നാൽ അതിന് നേർ വിപരീതമായിരുന്നു സമിയ വിവാഹം കഴിക്കാൻ മുഹമ്മദ് ഷഹീൽ. അയാളെ കുറിച്ച് പറയുകയാണെങ്കിൽ അയാൾ പാകിസ്ഥാനിലെ ബന്തോരി എന്ന സ്ഥലത്താണ് ജനിച്ചത്. അവിടെയുള്ള ഒരു ഭൂമി തർക്കം കാരണം ഒരാളെ വെടിവെച്ച് കൊല്ലുകയും ജയിലിൽ പോവുകയും ചെയ്തു. ആ ഒരു കേസിൽ ബെയിലിൽ പുറത്തേക്ക് വന്ന സമയത്താണ് ഇയാൾക്കും സമിയയും തമ്മിലുള്ള വിവാഹം 2 കുടുംബവും തീരുമാനിച്ചത്. ഇത് സമിയയ്ക്ക് അറിയാമായിരുന്നെങ്കിലും തന്റെ അച്ഛന്റെയും അമ്മയുടെയും അഭിമാനം വലുതായി കണ്ട് ആ ഒരു വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്തു. മറ്റ് മാർഗമില്ലാതെ ഈ വിവാഹത്തിന് സമ്മതിച്ചാലും 2 കുടുംബവുമായി പാകിസ്ഥാനിലേക്ക് വന്ന് ഈ വിവാഹവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. പുറമെ സന്തോഷമായി അഭിനയിച്ചാലും അവൾക്ക് വിവാഹത്തിൽ യാതൊരു താല്പര്യവുമില്ല എന്ന കാര്യം ആർക്കും അറിയില്ല. പാകിസ്ഥാനിലേക്ക് വരുന്നതിന് മുൻപ് തന്റെ സുഹൃത്തുക്കൾക്ക് അവൾ മെസ്സേജ് അയച്ചു. അതിലവൾ പറഞ്ഞത്, എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു, എന്നാൽ എന്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഞാനിത് സമ്മതിച്ചത് എന്ന രീതിയിൽ ഒരു മെസ്സേജ് സുഹൃത്തുക്കൾക്ക് അയച്ചിരുന്നു. അവസാനം 2012 ഫെബ്രുവരി മാസം 27 വിവാഹം ആരംഭിക്കുകയും 4 ദിവസത്തോളം ആ ഒരു ആഘോഷം നീണ്ടു. വിവാഹത്തിന് ഇംഗ്ലണ്ടിലുള്ള ഒരുപാട് സുഹൃത്തുക്കളും വന്നിരുന്നു. സമിയയുടെ പിതാവ് അവരുടെ കുടുംബ വീട് സമിയയ്ക്ക് വിവാഹ സമ്മാനമായി നൽകുകയും ചെയ്തു. വിവാഹശേഷം സാമിയ 4 മാസത്തോളം പാകിസ്ഥാനിൽ തന്നെ ഉണ്ടായിരുന്നു. 4 മാസങ്ങൾക്ക് ശേഷം 2012 ജൂൺ മാസം അവൾ തിരികെ UK തന്നെ പോയി. ആ സമയത്ത് അവൾ മാത്രമായിരുന്നു UK പോയത്. ഭർത്താവായ സാഹിൽ വന്നില്ലായിരുന്നു. അതിന് കാരണം അവനുള്ള ഇമിഗ്രേഷൻ ഡോക്യുമെന്റ്സ് ഒന്നും തന്നെ ശരിയാകാത്തത് കൊണ്ട് പാകിസ്ഥാനിൽ നിന്നും അവൾ ഒറ്റയ്ക്ക് UK പോയി. ഇംഗ്ലണ്ടിലേക്ക് വന്നതിന് ശേഷം തന്റെ ഭർത്താവിന് ആവശ്യമായ വിസയും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി.
കൂടാതെ ഇസ്ലാം മതമനുസരിച്ച് വിവാഹം നടന്നു എന്നതല്ലാതെ നിയമപരമായ രജിസ്ട്രേഷൻ ഒന്നും തന്നെ നടന്നിട്ടില്ല. അതിനാൽ സാഹിലിന് UK വിസ കിട്ടാനുള്ളതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ഇപ്പോൾ സമിയ ആ ഒരു പ്രോസസ് അവിടെ തന്നെ അവസാനിപ്പിക്കുകയും സുഹൃത്തുക്കളെ കാണാനും തുടങ്ങി. ഈ സമയം സുഹൃത്തുക്കൾ സാമിയെ നോക്കിയപ്പോൾ, നീ പഴയതുപോലെ സന്തോഷവതി അല്ലല്ലോ, ഭർത്താവ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ആ സമയത്ത് അവളുടെ മുഖഭാവമെല്ലാം മാറാൻ തുടങ്ങി. കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞത്, എന്റെ ഭർത്താവിന് എന്നെ ഒരുപാട് സംശയമാണ്. എന്നെ എപ്പോഴും സ്കൈപ്പിൽ വിളിക്കും, എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു എന്നെല്ലാം ചോദിക്കും. ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് സുഹൃത്തുക്കളോട് പറഞ്ഞവൾ കരഞ്ഞു. ഇങ്ങനെ തുടർന്ന് സാഹിൽ ഇതേ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് ഒരു തവണ അവൾ അവളുടെ സുഹൃത്തിന് ഫോൺ വിളിച്ചിട്ട്, എനിക്ക് സാഹിലിന്റെ ഭാര്യയായിരിക്കാൻ താല്പര്യമേ ഇല്ല, മരിക്കാൻ തോന്നുന്നു എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഭർത്താവായി സാഹിലിന് വിസ ശരിയാക്കാൻ കഴിയാത്തത് കൊണ്ട് വീണ്ടും അവൾ UK നിന്ന് പാകിസ്ഥാനിലേക്ക് പോയി. അവിടെ ഏകദേശം 6 മാസത്തോളം താമസിച്ചു. തിരികെ UK വരുമ്പോൾ പഴയ രീതിയിൽ പഴയ സാമിയെ മാറാൻ തുടങ്ങി. അതായത് വിവാഹത്തിന് മുൻപ് അവൾ എത്രത്തോളം സന്തോഷവതിയായിരുന്നോ ആ ഒരു രീതിയിലായിരുന്നു പിന്നീട് അവളുടെ സ്വഭാവം. ആ സമയം അവളെ കണ്ട കൂട്ടുകാരൊക്കെ ആശ്ചര്യപ്പെട്ടു. നിന്റെ ഭർത്താവ് മാറിയോ, നീ എന്തുകൊണ്ട് ഇത്ര സന്തോഷവതിയായി കാണപ്പെടുന്നു എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത്, ഞാൻ ഇന്റർനെറ്റിൽ സയ്യദ് അലി എന്നയാളെ പരിചയപ്പെട്ടു, അയാളുമായി ഞാനിപ്പോ സംസാരിക്കുന്നുണ്ട് എന്ന കാര്യം പറഞ്ഞു. സാമിയ ഓൺലൈൻ വഴി സയ്യിദ് അലി എന്നയാളെ പരിചയപ്പെടുന്നു. ഇതിനു ശേഷമായിരുന്നു ഭർത്താവ് ചെയ്ത ടോർച്ചറുകൾ എല്ലാം ഈ സയ്യിദ് അലിയോട് അവൾ പറയുകയും തന്റെ കാര്യങ്ങളെല്ലാം അയാളുമായി പങ്കിടാനും തുടങ്ങി. ഈ സമയത്ത് സയ്യിദ് അലിയും അവളെ ആശ്വസിപ്പിച്ച് അവളുടെ വികാരങ്ങളെല്ലാം മനസ്സിലാക്കുകയും അവൾ എങ്ങനെയാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലൊരു ആശ്വാസം അവൾക്ക് നൽകുകയും ചെയ്തു. എന്നാൽ സമയയുടെ ജീവിതത്തിൽ സയ്യിദ് അലി വന്നതിന് ശേഷമാണ് അവൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നതെന്ന് അന്നുവരെയും അവൾക്കറിയില്ലായിരുന്നു. സമയയ്ക്ക് സയ്യിദ് അലി വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളുമായി സന്തോഷമായി ജീവിക്കണം എന്നാണ് ആഗ്രഹം. എന്നാൽ അതിന് തടസ്സമായിരിക്കുന്നത് സാഹിലുമായുള്ള വിവാഹമാണ്. ഇപ്പോൾ ഇവർ രണ്ടുപേരും ചേർന്ന് ജീവിക്കണമെങ്കിൽ ഒരേ ഒരു വഴിയാണുള്ളത്, സാഹിദുമായുള്ള വിവാഹമോചനം. പക്ഷെ ഇവർ രണ്ടുപേരും നിയമപരമായി വിവാഹം കഴിക്കാത്തത് കൊണ്ട് ബ്രിട്ടീഷ് കോടതി വഴി വിവാഹമോചനം നേടാൻ സാധിക്കില്ല എന്ന് അവൾക്ക് നന്നായി അറിയാം. ഇസ്ലാം മതമനുസരിച്ച് വിവാഹം നടന്നതുകൊണ്ട് ആ സമയത്ത് സാഹിലിന്റെ പക്കൽ വിവാഹമോചനം വേണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ സാഹിലിന്റെ കുടുംബമായാലും സാഹിലായാലും വിവാഹമോചനം നൽകാൻ കഴിയില്ല എന്ന് വ്യക്തമായി പറഞ്ഞു. ഈ സമയം സമയ ചെയ്തത് UK ഇസ്ലാമിക് കൗൺസിൽ ചെന്നിട്ട് തന്നെ സുന്നി മുസ്ലിംസിൽ നിന്ന് ഷിയ മുസ്ലിമാക്കി മാറ്റുകയും ചെയ്തു. അതിന് കാരണം സമയയുടെ പുതിയ ബോയ്ഫ്രണ്ട് സയ്യിദ് അലി ഇസ്ലാം മതത്തിലെ മറ്റൊരു വിഭാഗമായ ഷിയ വിഭാഗത്തിലുള്ളയാളായിരുന്നു. അതുപോലെ അതേ ഇസ്ലാമിക് കൗൺസിലിൽ തനിക്ക് ആദ്യ വിവാഹം നടന്നത് തന്റെ ഇഷ്ടപ്രകാരമല്ല നടന്നത്, എനിക്ക് അതിൽ യാതൊരു താല്പര്യവും ഇല്ല എന്നും പറഞ്ഞു. അങ്ങനെ ഇസ്ലാം കൗൺസിലിൽ നിന്ന് സമയയുടെ ആദ്യ ഭർത്താവായ സാഹിൽ എന്നയാളോട് ഇക്കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവന്റെ ഭാഗത്തുനിന്ന് യാതൊരു മറുപടിയും വന്നില്ല. അങ്ങനെ ആ കൗൺസിൽ ഉണ്ടായിരുന്ന ക്ലർക്ക് സമയയ്ക്കും സാഹിലിനും ഇടയിൽ നടന്ന ഒരു വിവാഹം അസാധുവാണെന്നുള്ള ഒരു അറിയിപ്പ് കൊടുത്തു. അങ്ങനെ സമയ തന്റെ വിവാഹമോചന നോട്ടീസിൽ ഒപ്പുവെച്ചു. പിന്നീട് സുഹൃത്തുക്കളുമായി ചേർന്ന് 2014 സെപ്റ്റംബർ മാസം ലീഡ്സ് എന്ന സ്ഥലത്ത് സയ്യിദ് അലി എന്നയാളുമായി രഹസ്യമായ വിവാഹം നടത്തി. ഈ വിവാഹത്തെക്കുറിച്ചോ വിവാഹമോചനത്തെക്കുറിച്ചോ സമയയുടെ കുടുംബത്തിന് അറിയില്ല. സമയ സയ്യിദ് അലിയെ വിവാഹം കഴിച്ചിട്ട് UK ഒരു രജിസ്റ്റർ ഓഫീസിൽ രണ്ടുപേരും വിവാഹം രജിസ്റ്ററും ചെയ്തു. ഇത് കഴിഞ്ഞ് രണ്ടുപേരും 2 വീടുകളിൽ താമസിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് സമയ തന്റെ കസിനുമായി റോഡിൽ നടന്നു പോകുന്ന സമയത്ത് മെറ്റൽ റോഡ് ഉപയോഗിച്ച് ചില ആളുകൾ പെട്ടെന്ന് ഓടി വരികയും അവളുടെ കാലിൽ അടിച്ചിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ആ കൂട്ടത്തിൽ അവളെ മാത്രം ആക്രമിച്ചത് കൊണ്ട് തീർച്ചയായും ഇത് തന്നെ അറിയാവുന്നവർ തന്നെ കുടുംബമായിരിക്കാം ചെയ്തതെന്ന് അവൾ കരുതി. ഉടൻ തന്നെ സമയ തൊട്ടടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അവിടെ നിന്നും തന്റെ അച്ഛനും അമ്മയ്ക്കും ഫോൺ ചെയ്യുമ്പോൾ അവരെല്ലാവരും സമയ വഴക്ക് പറഞ്ഞു. കാരണം സമയയ്ക്ക് വിവാഹം നടന്നു എന്ന കാര്യം അവളുടെ കുടുംബം അറിഞ്ഞിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സയ്യിദ് അലിക്ക് ദുബായിൽ നിന്നും വിസ വന്നതുകൊണ്ടും ഉടൻ തന്നെ ജോലിയിൽ കയറണം എന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നത് കൊണ്ടും സയ്യിദ് അലി ദുബായിലേക്ക് പോകുന്നു. എന്നാൽ സമയ മാത്രം തുടർന്ന് അതേ ഇംഗ്ലണ്ടിൽ തന്നെ താമസിക്കേണ്ട അവസ്ഥ വരുന്നു. കാരണം അവൾക്കുള്ള വിസയൊന്നും ശരിയായിട്ടില്ല. ഇവർക്ക് വിവാഹം നടന്ന് 7-8 മാസങ്ങൾക്ക് ശേഷമാണ് 2015 മെയ് മാസം ആദ്യം വിവാഹം കഴിച്ച സാഹിലിനെ ഡിവോഴ്സ് ചെയ്തു എന്നുള്ളൊരു കാര്യം തന്നെ സാമിയയുടെ കുടുംബത്തിന് മുൻ ഭർത്താവിന്റെ കുടുംബത്തിന് മനസ്സിലായത്. സാമിയയുടെ കുടുംബം ഈ ഒരു വിവാഹമോചനം സമ്മതിച്ചതേയില്ല. കുടുംബം മോളെ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇത് കാരണം അവൾ UK ആപത്താണെന്ന് മനസ്സിലാക്കിയ സയ്യിദ് അലി ഉടൻ തന്നെ തന്റെ സുഹൃത്തുക്കളുമായി ചേർന്ന് വിസ പ്രോസസ് എല്ലാം ചെയ്യാൻ തുടങ്ങി. അതേ മാസം അവൾക്ക് വിസ ലഭിച്ചതുകൊണ്ട് സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി അവൾ ദുബായിലേക്കും പോകുന്നു. ഇത് മനസ്സിലാക്കിയ സമയയുടെ അച്ഛനും അമ്മയും ഉടൻ തന്നെ UK പോലീസിൽ ചെന്ന് തന്റെ മകൾ കാണാതായി എന്ന് പറഞ്ഞ് ഒരു കംപ്ലൈന്റ് കൊടുത്തു. അതേസമയം ഇവർക്ക് വിവാഹം നടത്തി കൊടുത്ത ക്ലർക്കിനോട് ചെന്ന് അയാളെ വഴക്ക് പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സാമിയയുടെ കുടുംബം സയ്യിദ് അലിയെ അവരുടെ മകളുടെ ഭർത്താവായി അംഗീകരിച്ചതേയില്ല.
അപ്പോൾ വരെയും സാഹിലാണ് തന്റെ മകളുടെ ഭർത്താവെന്ന് പറഞ്ഞ് അവളുടെ തീരുമാനത്തിൽ അവർ ഉറച്ചു നിന്നു. ഇവയ്ക്കെല്ലാം കാരണം സയ്യദ് അലി മുസ്ലിംസിലെ മറ്റൊരു വിഭാഗക്കാരനായതുകൊണ്ടാണ്. ഇതെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് സയ്യദ് അലിയും സമിയയും തന്റെ പുതിയ ജീവിതം ആരംഭിക്കാനും തുടങ്ങി. സമിയ ദുബായിലേക്ക് വന്നതിന് ശേഷം താൻ സുരക്ഷിതയാണെന്ന് വിശ്വസിച്ചു. എങ്കിലും തന്റെ കുടുംബത്തെ അവൾ ഒരുപാട് മിസ് ചെയ്യുന്നതുകൊണ്ട് ദിവസവും തന്റെ അച്ഛനും അമ്മയ്ക്കും ഫോൺ ചെയ്ത് അവരുടെ സുഖവിവരം അന്വേഷിച്ചു. സയ്യദ് അലിയെ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ അപ്പോഴും അവളോടുള്ള ദേഷ്യം ആ കുടുംബത്തിന് കുറഞ്ഞില്ല. കൂടാതെ സയ്യദ് അലിയും ഒരു ദിവസം സാമിയയുടെ മാതാപിതാക്കൾക്ക് ഫോൺ വിളിച്ച് സംസാരിച്ചു. അപ്പോഴും അവർ പറഞ്ഞത്, ഒരിക്കലും നിന്നെ ഞങ്ങൾ മരുമകനായി അംഗീകരിക്കില്ല എന്ന്. കുടുംബത്തിന് അവൾ ഇഷ്ടമല്ലെങ്കിലും സാമിയ തുടർന്ന് അവരെ ഫോൺ വിളിച്ച് സംസാരിക്കുമായിരുന്നു. ഇത് തന്നെയായിരുന്നു അവളുടെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നമായി മാറുമെന്ന് അവൾ ചിന്തിച്ചിട്ടേ ഉണ്ടാകില്ല. 2016 ജൂൺ മാസം സാമിയയുടെ ആദ്യ ഭർത്താവായ സാഹിലിന്റെ അമ്മ പാകിസ്ഥാനിൽ വെച്ച് മരിച്ചു. അതിനാൽ എങ്ങനെയെങ്കിലും അവരെ ഒന്ന് കാണണം എന്ന് ചിന്തിച്ച് അവൾ പാകിസ്ഥാനിലേക്ക് പോകാമെന്നൊരു പദ്ധതി ഇട്ടു. പക്ഷെ ആ സമയം സാമിയയുടെ രണ്ടാം ഭർത്താവായ സയ്യദ് അലി, നീ ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് പോയാൽ നിന്റെ കുടുംബമെല്ലാം അവിടെ ഉണ്ടാകും, സാഹിലും അവിടെ ഉണ്ടാകും, ഇത് കാരണം നിനക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും, നീ അതുകൊണ്ട് പോകണ്ട എന്ന് പറഞ്ഞു. അവസ്ഥ മനസ്സിലാക്കിയ സാമിയയും പാകിസ്ഥാനിലേക്ക് ആ സമയം പോയില്ല. അടുത്ത ചില ദിവസത്തിൽ സാമിയയുടെ അമ്മ പെട്ടെന്ന് അവൾക്ക് ഫോൺ ചെയ്തിട്ട്, നിന്റെ അച്ഛന് സുഖമില്ല, പെട്ടെന്ന് തന്നെ നീ പാകിസ്ഥാനിലേക്ക് വരണം എന്നാവശ്യപ്പെട്ടു. എന്നാൽ ഇത്തവണയും സയ്യിദ് അലിക്ക് പാകിസ്ഥാനിലേക്ക് ഭാര്യ പോകുന്നതിൽ യാതൊരു താല്പര്യവുമില്ലായിരുന്നു. എന്നാൽ സ്വന്തം അച്ഛന് സുഖമില്ലാത്തത് കൊണ്ടും മറ്റു മാർഗമില്ലാതെ സാമിയെ പാകിസ്ഥാനിലേക്ക് അയച്ചു. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം. സാമിയ പാകിസ്ഥാനിൽ വരണം എന്നതിനു വേണ്ടി അവൾക്ക് ആവശ്യമായ ഫ്ലൈറ്റ് ടിക്കറ്റ്, മറ്റു കാര്യങ്ങളെല്ലാം സാമിയയുടെ അച്ഛന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ അവൾക്ക് നൽകി. അങ്ങനെ 2016 ജൂലൈ മാസം 14 സാമിയ പാകിസ്ഥാനിലേക്ക് എത്തി. പോകുന്നതിന് മുൻപ് തന്റെ സുഹൃത്തുക്കൾക്ക് മെസ്സേജ് ചെയ്തിരുന്നു, ഞാൻ ദുബായിലേക്ക് തിരികെ വരണം, അതും ജീവനോടുകൂടി തിരികെ വരണമെന്ന് പ്രാർത്ഥിക്കണമെന്നായിരുന്നു അവൾ മെസ്സേജ് അയച്ചത്. സാമിയ പാകിസ്ഥാനിലേക്ക് പോയതും അവിടെയുള്ള തന്റെ ഒരു സുഹൃത്തിന്റെ കയ്യിൽ അവളുടെ പാസ്പോർട്ട്, വിസ എല്ലാം കൊടുത്തിട്ട് സുരക്ഷിതമായി വെച്ചിരിക്കാൻ ആവശ്യപ്പെട്ടു. ഇത് കഴിഞ്ഞിട്ടായിരുന്നു അവളുടെ അച്ഛനും അമ്മയെ നോക്കാനായി അവൾ പോയത്. അവസാനം ജൂലൈ മാസം 18 ആദ്യ ഭർത്താവായ സാഹിലിന്റെ അമ്മ മരിച്ച കല്ലറ പോയി കാണുന്നു. ഈ സമയത്തെല്ലാം ഭർത്താവിനോട് എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു. അവളിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും എവിടെയാണ് പോകുന്നത്, എന്താണ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളെല്ലാം ഭർത്താവിനെ അറിയിക്കുകയും ചെയ്തു. തന്റെ ഭാര്യ അവിടെ സുരക്ഷിതയാണെന്നും സന്തോഷവതിയാണെന്നും ഭർത്താവ് സയ്യദ് അലിയും വിശ്വസിച്ചു. അടുത്ത 2 ദിവസത്തിൽ തിരികെ ദുബായിലേക്ക് പോകണം എന്നുള്ളതായിരുന്നു സാമിയയുടെ പദ്ധതി. ജൂലൈ 20 ഭർത്താവായ സയ്യദ് അലി ഭാര്യയുടെ പക്കൽ നിന്നും എന്തെങ്കിലും ഒരു മെസ്സേജ് വരുമെന്ന് കാത്തിരുന്നു. എന്നാൽ ആ ദിവസം മുഴുവനും യാതൊരു മെസ്സേജോ കോളോ വന്നില്ല. ഇപ്പൊ സയ്യദ് അലിക്ക് എന്തോ ഒരു ഭയം വർദ്ധിച്ചു വന്നു. അന്നത്തെ ദിവസം വൈകുന്നേരം സമിയ പോയ പാകിസ്ഥാൻ ഗ്രാമമായ പന്തൂരി എന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരാൾ ഫോൺ വിളിച്ചിട്ട്, എന്റെ മകൾ മരിച്ചുപോയി, പെട്ടെന്ന് തന്നെ എന്റെ വീട്ടിലേക്ക് വരണം എന്ന വിവരം നൽകി. പോലീസും സംഭവ സ്ഥലത്തേക്ക് പോയി നോക്കുമ്പോൾ ആ വീടിന്റെ പടിക്കെട്ടിന് താഴെയായി ഒരു പെൺകുട്ടി മരിച്ച അവസ്ഥയിൽ കിടക്കുന്നു. അവൾക്കടുത്തായി ഷൂ, ഹാൻഡ് ബാഗ്, അവളുടെ ചില വസ്തുക്കളും താഴെ ചിതറി കിടക്കുന്നുണ്ട്. അങ്ങനെ മരിച്ചു കിടന്നത് മറ്റാരുമല്ല, ദുബായിൽ നിന്നും പാകിസ്ഥാനിലേക്ക് വന്ന സമിയായിരുന്നു. അതേസമയം പോലീസുകാർക്ക് വിവരം കൊടുത്തത് സാമിയയുടെ അച്ഛനായിരുന്നു. പോലീസ് സാമിയയുടെ അച്ഛനും അമ്മയോടും ചോദിക്കുമ്പോൾ, ഇതെന്റെ മകൾ സാമിയാണ്, അവൾ അവളുടെ ഭർത്താവായ സാഹിൽ എന്നയാളുമായി ഈ വീട്ടിൽ താമസിച്ചത്. ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ അവൾ ഈ പടിക്ക് താഴെ വായിൽ നിന്ന് നൂര വന്ന് കിടക്കുകയായിരുന്നു. പക്ഷെ അവളുടെ ഭർത്താവ് ഈ സ്ഥലത്തില്ലായിരുന്നുവെന്ന് അച്ഛനും അമ്മയും പോലീസിനോടൊരു കാര്യം പറഞ്ഞു. പോലീസുകാരും സാമിയയുടെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു. അതേ ദിവസം അട്ടോപ്സി റിപ്പോർട്ട് വന്നു. അവളുടെ മരണത്തിൽ യാതൊരു പ്രശ്നവുമില്ല, ഹാർട്ട് അറ്റാക്ക് വന്നാണ് അവൾ മരിച്ചത് എന്നും പറഞ്ഞു. അന്നത്തെ ദിവസം തന്നെ ആ ശരീരം അടക്കം ചെയ്യുകയും ചെയ്തു. പക്ഷെ 29 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി ഹാർട്ട് അറ്റാക്കിൽ മരിച്ചു എന്ന കാര്യം ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ പടരാൻ തുടങ്ങി. കൂടാതെ അവൾക്ക് കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ടാണ് ആത്മഹത്യ ചെയ്ത് മരിച്ചു എന്നുള്ള രീതിയിലും ചിലർ സംസാരിക്കാൻ തുടങ്ങി. ഈ ഒരു സാഹചര്യത്തിലാണ് സയ്യദ് അലിക്ക് പാകിസ്ഥാനിൽ നിന്നും ഒരു പെൺകുട്ടി ഫോൺ വിളിച്ചു. ആ ഫോൺ കോൾ ചെയ്തത് സാമിയയുടെ കസിനായിരുന്നു. അവൾ ഹാർട്ട് അറ്റാക്കിൽ മരിച്ചു എന്ന വിവരം സയ്യദ് അലിയോട് പറഞ്ഞപ്പോൾ അയാൾക്കത് വിശ്വസിക്കാനും അംഗീകരിക്കാനും സാധിച്ചില്ല. ഒരു പക്ഷെ തന്റെ ഭാര്യയെ സാമിയയുടെ അച്ഛനും അമ്മയും വീട് തടങ്കിലാക്കിയിട്ടുണ്ടാകാം. ഇങ്ങനെയൊക്കെ ഒരു നാടകം കളിക്കുകയാണ് എന്ന സംശയത്തിൽ അയാൾ ദുബായിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോയി. എന്നാൽ അവിടെ പോയതിനു ശേഷമാണ് തന്റെ ഭാര്യ യഥാർത്ഥത്തിൽ മരിച്ചുവെന്ന വിവരം അറിഞ്ഞത്. അയാളെ കൊണ്ട് താങ്ങാനാകാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് പോയി. എന്നാൽ ഭാര്യയുടെ മരണത്തിൽ സംശയം തോന്നിയ സയ്യദ് അലി ഉടൻ തന്നെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന്, ഇവരൊക്കെ എന്തോ നാടകം അഭിനയിക്കുകയാണ്, ഈ കേസ് വീണ്ടും അന്വേഷിക്കണം, കൂടാതെ അവൾക്ക് ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് ഉണ്ട്, അതിനാൽ ഈ ഒരു കേസ് പുനഃപരിശോധിക്കണമെന്ന് അയാൾ ആവശ്യപ്പെട്ടു. ഈ സമയത്ത് മാധ്യമങ്ങളോട് അവളുടെ അച്ഛനും അമ്മയും പറഞ്ഞത്, എന്റെ മകൾ ആഗ്രഹിച്ചാണ് അവളുടെ വിവാഹം നടത്തിയത്,
അവളുടെ ഭർത്താവ് ഷാഹിൽ മാത്രമാണ്. അങ്ങനെ നോക്കിയാൽ അവരുടെ മകൾക്കൊരു രണ്ടാം വിവാഹം നടന്നു, മറ്റൊരു ഭർത്താവ് ഉണ്ടെന്ന കാര്യം അപ്പോവരെയും അവർ അംഗീകരിച്ചതേയില്ല. കൂടാതെ സയ്യദ് അലി അവളുടെ ഓട്ടോപ്സി റിപ്പോർട്ട് നോക്കിയപ്പോൾ അതിൽ ഒരുപാട് പൊരുത്തക്കേടുകൾ തോന്നി. കാരണം സമയുടെ കഴുത്തിൽ ചില മുറിവുകൾ ഉണ്ടായിരുന്നു. അതേസമയം സമയുടെ ശരീരത്തിൽ മറ്റൊരു പുരുഷന്റെ ബീജമുള്ളതായും അട്ടോപ്സി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. പോലീസുകാർ പണം വാങ്ങി ഫേക്ക് അട്ടോപ്സി റിപ്പോർട്ട് ഉണ്ടാക്കുകയും ഈ ഒരു കേസ് മൂടി മറച്ചുവെന്ന് സയ്യദ് അലി പത്രപ്രവർത്തകരോട് പറയുകയും ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാണിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ സയ്യദ് അലിക്ക് ചില ഭീഷണികളും വന്നിരുന്നു. പക്ഷെ അയാൾ അതൊന്നും കാര്യമാക്കിയില്ല. അയാളുടെ ഭാര്യയ്ക്ക് നീതി ലഭിക്കാനായി തുടർന്ന് പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. മറ്റൊരു ഭാഗത്ത് സാമയുടെ സുഹൃത്തുക്കൾ എല്ലാവരും ചേർന്ന് UK-യിലുള്ള ഒരു MP-യെ കോൺടാക്ട് ചെയ്ത് നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. UK MP പാകിസ്ഥാനിലെ പ്രൈം മിനിസ്റ്ററെ വിളിക്കുകയും സാമിയ കേസ് ഉടൻ തന്നെ അന്വേഷിക്കണം, അവളുടെ മരണത്തിന്റെ കാരണം എന്താണെന്ന് ഉടൻ ഞങ്ങളുടെ ഗവൺമെന്റിനെ നിങ്ങൾ അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഈ സമയത്തായിരുന്നു ഈ ഒരു കേസ് വളരെ തീവ്രമായി അന്വേഷിക്കാൻ തുടങ്ങിയത്. മറ്റു മാർഗമല്ലാതെ ഇപ്പൊ പാകിസ്ഥാൻ പോലീസുകാരും മരിച്ചുപോയ സാമയുടെ ആദ്യ ഭർത്താവായ ഷാഹിലിനെ വിളിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങി. ആ സമയത്താണ് നടന്ന സംഭവങ്ങളെല്ലാം അവൻ പറയാൻ തുടങ്ങിയത്. എന്റെ ഭാര്യ രണ്ടാമത്തെ വിവാഹം കഴിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതിനാൽ അവളോട് എനിക്ക് നല്ല ദേഷ്യമുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു 2016 അവൾ പാകിസ്ഥാനിലേക്ക് അച്ഛന് സുഖമില്ലാത്തത് കാരണം അവൾ വന്നത്. ജൂലൈ 20 അവൾ തിരികെ ദുബായിലേക്ക് പോകുമെന്നും എന്നോട് പറഞ്ഞു. ആ സമയത്ത് അവളുടെ പാസ്പോർട്ടും ദുബായിലേക്ക് തിരികെ പോകാനുള്ള റിട്ടേൺ ടിക്കറ്റ് എല്ലാം എന്റെ കയ്യിൽ നൽകാൻ ഞാൻ അവളോട് ആവശ്യപ്പെട്ടു. എന്നാൽ അവൾ അതൊന്നിനും സമ്മതിച്ചില്ല. കൂടാതെ സയ്യദ് അലി ഉപേക്ഷിച്ചിട്ട് എന്റെ കൂടെ ജീവിക്കാൻ ഞാൻ അവളെ നിർബന്ധിച്ചു. അതിനുപോലും അവൾ സമ്മതിച്ചില്ല. അങ്ങനെ എനിക്ക് ദേഷ്യം വർദ്ധിച്ചു. അവളെ കൊല്ലണം എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. പക്ഷെ കൊല്ലുന്നതിന് മുൻപ് എന്റെ ആഗ്രഹങ്ങളെല്ലാം തീർക്കണമെന്നും എനിക്ക് തോന്നി. അങ്ങനെ അവളെ മുറിയിലേക്ക് വിളിച്ചുകൊണ്ടുപോയി അവളുടെ സമ്മതമില്ലാതെ അവളെ പീഡിപ്പിക്കുകയും അവളുടെ ഒരു ഷോൾ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലുകയും ചെയ്തു. അടുത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ഇതൊരു ആത്മഹത്യ പോലെ ചിത്രീകരിക്കാനായി അവളെ പടിയിൽ നിന്നും താഴെ തള്ളിയിട്ടു. അവിടെ നിന്നും ഞാൻ രക്ഷപ്പെട്ടു എന്ന ഒരു മൊഴി അയാൾ നൽകി. ഇതിൽ വളരെ ദുഃഖം നിറഞ്ഞ കാര്യം, ഷാഹിൽ ചെയ്തത് ശരിയായ കാര്യമാണെന്ന് സാമിയുടെ അച്ഛനും അമ്മയും പറയുന്നുണ്ട്. കാരണം സാമിയ തന്റെ കുടുംബത്തെ എതിർത്തുകൊണ്ട് രണ്ടാം വിവാഹം കഴിച്ചതിൽ അവർക്ക് യാതൊരു താല്പര്യവുമില്ലായിരുന്നു. കൂടാതെ സാമിയെ കൊല്ലുന്ന സമയം അവളുടെ അച്ഛനും ആ സ്ഥലത്ത് ഉണ്ടായിരുന്നതായും അവളുടെ കാൽ അയാളാണ് പിടിച്ചിരുന്നത് എന്നും ഷാഹിൽ പിന്നീട് ഒരു സമയത്ത് മൊഴി കൊടുത്തു. തുടർന്ന് ഇവർ രണ്ടുപേർക്കെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കുകയും പണം വാങ്ങി ഈ ഒരു കേസ് മൂടി മറച്ച് പോലീസുകാരെ ഒരു കേസിൽ ചേർക്കുകയും ചെയ്തു. കോടതിയിൽ ഈ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ 2018 സെപ്റ്റംബർ മാസം ഷാഹിലിന് ബെയിൽ ലഭിച്ചു. 2019 ആവശ്യമായ തെളിവുകൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞ് സാമയുടെ അച്ഛനെയും ഈ ഒരു കേസിൽ നിന്നും റിലീസ് ചെയ്തു. തുടർന്ന് ഷാഹിലും UK-യിൽ പോയി സെറ്റിൽ ആകണമെന്ന് പദ്ധതിയിടുന്നു. അങ്ങനെ UK-യിലുള്ള ഒരു പാകിസ്ഥാൻ പെൺകുട്ടിയെ വീണ്ടും വിവാഹം കഴിക്കുന്നു. എന്നാൽ സാമയുടെ മരണത്തെക്കുറിച്ചും ആ ഒരു കേസിനെ കുറിച്ചൊക്കെ അറിയാമായിരുന്ന UK-യിലെ MP ഷാഹിലിന്റെ ഈ ഒരു വിസ പ്രോസസിംഗ് എല്ലാം റിജക്ട് ചെയ്തു. സാമയുടെ അച്ഛന് 52 വയസ്സുള്ളപ്പോൾ, അതായത് അദ്ദേഹം റിലീസായി പുറത്തേക്ക് വന്നല്ലോ, അതേ വർഷത്തിൽ അയാൾക്ക് കിഡ്നി ഫെയിലിയർ ആവുകയും പാകിസ്ഥാനിലെ ലാഹോർ എന്ന ആശുപത്രിയിൽ തന്നെ മരിക്കുകയും ചെയ്തു. ആ സമയത്ത് പോലും സാമിയുടെ കുടുംബം പറഞ്ഞത് സയ്യദ് അലി സാമിയുടെ പക്കൽ നിന്നും ഒരുപാട് പണം എടുക്കുകയും അവളെ ടോർച്ചർ ചെയ്തത് കൊണ്ടാണ് അവൾ ദുബായിൽ നിന്നും പാകിസ്ഥാനിലേക്ക് വന്നത്. സാമിയുടെ അച്ഛന് സുഖമില്ല എന്ന് പറഞ്ഞ് അവളുടെ കുടുംബം അവളെ വിളിച്ചിട്ടേ ഇല്ല എന്നും പറഞ്ഞു. എന്നാൽ ഇന്നുവരെയും സാമിയുടെ കേസിൽ സാമിയയ്ക്ക് നീതി കിട്ടിയതേ ഇല്ല. ഈ ഒരു കേസിൽ നീതി ലഭിക്കാനായി സയ്യദ് അലി ഇന്നും കോടതി കയറി ഇറങ്ങുന്നുണ്ട്. എത്ര തന്നെ പണവും വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഇന്നത്തെ കാലത്തും ഇങ്ങനെയുള്ള വംശഹത്യയും ജാതി മതം അതാണ് വലുത്, അഭിമാനമാണ് വലുത് എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കൾ നമ്മുടെ സമൂഹത്തിലും ഒരുപാടുണ്ട്. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.